ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള ബിജെപിയുടെ മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ചന്തു ചന്ദ്രശേഖർ നമുക്കൊപ്പം അവിടെ നിന്ന് ചേരുകയാണ്. ചന്തു, എന്തിനാണ് ബിജെപി പ്രതിഷേധിക്കുന്നത്? ബിനിൽ, തിരുവനന്തപുരം നഗരസഭയിലെ സ്കൂളുകളിൽ ലാപ്ടോപ്പ് വിതരണവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ക്രമക്കേട് നടന്നുവെന്നാരോപിച്ചാണ് ബിജെപി ഇപ്പോൾ നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത്. ഈ മാർച്ച് സംഘർഷമാകുകയായിരുന്നു. പോലീസ് നഗരസഭയ്ക്ക് മുന്നിൽ ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടയുകയുണ്ടായി. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുകയും നഗരസഭ വളപ്പിനുള്ളിലേക്ക് പ്രവർത്തകർ കയറാൻ ശ്രമിക്കുകയും ചെയ്തതാണ് സംഘർഷത്തിനിടയാക്കിയത്. നിരവധി തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അതിനുശേഷം പ്രവർത്തകർ ഇതുവരെ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരും പ്രതിപക്ഷ പാർലമെന്ററി പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുമാണ് ഈ മാർച്ചിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ പ്രവർത്തകർ കൂട്ടമായി ഈ റോഡിന് മുന്നിൽ ഒരു ഉപരോധം നടത്തുകയാണ്. എന്തായാലും വലിയ തരത്തിലുള്ള സംഘർഷമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായത്. പ്രധാനമായും ഈ ലാപ്ടോപ്പ് വിതരണത്തിലെ ക്രമക്കേടാണ് ബിജെപി ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസം നഗരസഭാ കൗൺസിൽ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ഈ കൗൺസിൽ യോഗത്തിലും സമാനമായി തന്നെ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വലിയ തരത്തിലുള്ള വാക്കേറ്റവും കയ്യങ്കളിയുടെ വക്കിലേക്ക് എത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഭരണ പ്രതിപക്ഷാംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. അതിൽ ലാപ്ടോപ്പ് വിതരണമാണ് പ്രധാനമായും ബിജെപി ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള തുക 3 ലക്ഷം രൂപയോളം തുക വകമാറ്റി എന്ന് പ്രധാനമായും ഭരണപക്ഷം ബിജെപിക്കെതിരെയും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പോലീസിൽ കേസും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യം ചൂണ്ടിക്കാട്ടി ഭരണപക്ഷം പ്രതിപക്ഷത്തെയും നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇന്ന് ബിജെപി നടത്തിയ ഈ മാർച്ച് വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്ക് പോയിട്ടുണ്ട്. നിരവധി തവണ പോലീസ് ജലപീരങ്കിയും പ്രയോഗിച്ചു. ഇപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. പ്രവർത്തകർ കൂട്ടം കൂടി റോഡിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന സാഹചര്യമാണ് നിലവിലൂടെ. പോലീസിന്റെ വലിയ സന്നാഹവും നഗരസഭയ്ക്ക് മുന്നിലുണ്ട്. എന്തായാലും ഈ ലാപ്ടോപ്പ് വിതരണം സ്കൂളുകളിൽ ലാപ്ടോപ്പ് വിതരണവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് ബിജെപി ആരോപിക്കുന്നു. മറിച്ച് ഭരണപക്ഷവും ഇത്തരത്തിൽ ബിജെപി ക്രമക്കേട് നടത്തി എന്ന തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. നമുക്കറിയാം, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കാനാണ് ബിജെപി ആലോചിക്കുന്നത്. എന്തായാലും കേസുമായി മുന്നോട്ട് പോകാനാണ് നേരത്തെ കൗൺസിലിൽ ഉൾപ്പെടെ ഭരണപക്ഷം ശ്രമിക്കുന്നത്. കാരണം ഈ തുക വകമാറ്റി ഹരിതകർമ്മ സേനാംഗങ്ങളുടെ തുക വകമാറ്റി ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസിൽ കേസ് നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ആ കേസുമായി മുന്നോട്ട് പോകാൻ ഭരണപക്ഷം നിൽക്കുന്നു. എന്തായാലും പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോയിട്ടില്ല. നഗരസഭയ്ക്ക് മുന്നിൽ കൂട്ടമായി തന്നെ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ബിനിൽ, ചന്തു, അതായത് പ്രവർത്തകർ അവിടെ ഒരു പ്രതിഷേധ സാഹചര്യം അല്ലെങ്കിൽ പ്രതിഷേധം തുടരുമ്പോൾ ഒരു പ്രകോപന സാഹചര്യം ഇപ്പോഴും ഉണ്ടോ? പോലീസ് സമീപനം പാലിക്കുകയാണോ? പിന്നിൽ പോലീസ് സംയമനം പാലിക്കുക തന്നെയാണ്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച സമയത്താണ് നേരത്തെ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷം ഉണ്ടായത്. അതിനുശേഷമാണ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചതും. ഇപ്പോൾ പ്രവർത്തകർ കൂട്ടമായി തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. അല്പം സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ടെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോകാത്തതിനാൽ പോലീസിന്റെ വലിയ സാന്നിധ്യം തന്നെ നഗരസഭയ്ക്ക് മുന്നിലുണ്ട്. പ്രധാനമായും ഈ അഴിമതി ആരോപണം ഉന്നയിച്ച് തന്നെയാണ് ഈ സമരവുമായി മുന്നോട്ട് പോകാൻ ബിജെപി തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് അവർ ഈ സമരവുമായി ഇന്ന് ഇങ്ങോട്ടേക്ക് എത്തിയതും. എന്തായാലും ഇപ്പോൾ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരിക്കുകയാണ്. ബിജെപി തിരുവനന്തപുരത്താണ് മാർച്ച് നടത്തിയിരിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് ഉയരുകയും ചെയ്തിട്ടുള്ളത്. പോലീസുമായി സംഘർഷമുണ്ടാവുകയും പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. ബിജെപി നേതാക്കൾ ഓഫീസിലേക്ക് നടക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ മാർച്ചിൽ അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാന്യനായിട്ടുള്ള പാർലമെന്ററി പാർട്ടി നേതാവ് ശ്രീ എം ആർ ഗോപൻ അവர்களാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചു കൊടുക്കുന്നു. ബഹുമാന്യനായിട്ടുള്ള പാർട്ടിയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ കരമന ജയൻ അവറുകൾ, ഈ സമര പോരാട്ടങ്ങൾക്ക് പങ്കെടുക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ, പാർട്ടിയുടെ ജില്ലാ നേതാക്കന്മാർ, മണ്ഡലം ഏരിയ കമ്മിറ്റിയുടെ നേതാക്കന്മാർ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടിക്ക് രൂപം നൽകുവാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച്
തിരുവനന്തപുരം നഗരത്തിൽ 4.5 വർഷക്കാലമായി ജീവിക്കുന്ന 10 ലക്ഷത്തിലധികം വരുന്ന പൊതുസമൂഹത്തിന് തിരിച്ചറിയാം ഈ ആര്യ രാജേന്ദ്രൻ അധികാരമേറ്റ ശേഷമുള്ള തിരുവനന്തപുരം നഗരസഭയുടെ അഴിമതി. ഈ അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത സമരം നടത്തിയിട്ടുള്ള ഈ നഗരസഭാ ശരി, വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. അവിടെ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ സംസാരിക്കുകയാണ്. അഴിമതി ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത് BJP.